ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിതിന് മുന്നേ വൈറ്റ് ചോക്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കാണിക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കേട്ടോ. രണ്ടും ഏകദേശം സെയിം പോലെ തന്നെയാണ്. പിന്നെ നമുക്കിതിന് ചോക്ലേറ്റിൻ്റെ മോൾഡൊന്നും ആവശ്യമില്ല. വീട്ടിലുള്ള ഐസ് ക്യൂബ് ട്രേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. അതുകൊണ്ട് കൊക്കോ പൗഡറിൻ്റെ കൂടെ നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പാൽപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് കൊക്കോ പൗഡർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ കൊക്കോ പൗഡറും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ കട്ടിയുള്ള ഗ്ലാസിൻ്റെ ബൗൾ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 5 ടേബിൾ സ്പൂൺ ബട്ടറാണ്. നിങ്ങൾക്ക് ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ കൊക്കോ ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കൊക്കോ ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് വെളിച്ചെണ്ണയുടെ അതായത് ആ ഒരു ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ബട്ടറും വെളിച്ചെണ്ണയും കൂടെ രണ്ടും കൂടെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നേ വൈറ്റ് ചോക്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ രണ്ടും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇല്ലാതെ നമുക്ക് കിട്ടും. ഇനി ബട്ടറാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം മാത്രം അതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. അപ്പോൾ ഐസിങ് ഷുഗറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഐസിങ് ഷുഗറാണ് ചോക്ലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലത്. ഇനിയിപ്പോൾ ഐസിങ് ഷുഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ചേർക്കുക കേട്ടോ. ഒട്ടും തന്നെ തരികൾ ഒട്ടും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നമ്മൾ ഈ ഒരു ബട്ടറുമായിട്ടൊക്കെ നന്നായിട്ട് ചേർന്ന് കിട്ടുള്ളൂ. നമ്മൾ ബട്ടറായിട്ടാണെങ്കിലും വെളിച്ചെണ്ണയായിട്ടാണെങ്കിലൊക്കെ നന്നായിട്ട് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഇനി നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ പഞ്ചസാരയുടെ ആ ഒരു തരികളുണ്ടാവും നമ്മുടെ ചോക്ലേറ്റിൽ. അപ്പോൾ നന്നായി പഞ്ചസാരയൊക്കെ യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്തു, അതിന് ശേഷമാണ് ബാക്കി ചേർക്കുന്നത് കേട്ടോ. ഒരുമിച്ച് ചേർക്കണം എന്നില്ല. ഒന്ന് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു ലൂസായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് വേണ്ടത്. അപ്പോൾ ഇതൊരു 1 മിനിറ്റൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക. ആ ഒരു ചൂട് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് നേരം തണുക്കാൻ വേണ്ടി വെക്കണ്ട. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ മോൾഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഐസ് ക്യൂബിൻ്റെ ട്രേ ഉപയോഗിക്കാം. ഇതിലാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ ചോക്ലേറ്റ് വിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കട്ടയായി പോകും കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഫ്രീസറിൽ വെക്കണം എന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിൽ നിന്ന് എളുപ്പത്തിൽ ഇതുപോലെ വിട്ട് കിട്ടും. അല്ലെങ്കിൽ താഴെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് ചോക്കോ ചിപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ കഴിഞ്ഞ ദിവസം ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്. നമ്മുടെ സബ്സ്ക്രൈബറായ അഫ്ന അൻവർ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 1-2 പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ അതും കണ്ടു നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.